എല്ലാ ഭാഷകളുടെയും ഉൽപ്പത്തി ചിത്രങ്ങളിൽ നിന്നാണ്. ഒരു ചിത്രം 1000 വാക്കുകൾക്ക് സമമാണത്രേ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഗഹനമായ വിഷയങ്ങൾ ചിത്രങ്ങൾ കൊണ്ട് വളരെ ലളിതമായി വിവരിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ആശയങ്ങൾ വിവരിക്കുന്നതിനായി ഇന്ത്യയിൽ ഒരു ചിത്രലിപി സംഹിത തന്നെ നിലനിന്നിരുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യ ചിട്ടപ്പെടുത്തിയിരുന്നത്. കലയുടെ രസതന്ത്രത്തിലേക്ക് കടക്കും മുമ്പ് സാധാരണ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്: എന്താണ് ചിത്രം, എന്താണ് ശില്പം? ഇവ തമ്മിൽ ദൃശ്യപരമായി ഒരു വ്യത്യാസമേ ഉള്ളൂ. ചിത്രങ്ങളെന്നാൽ ഒരു വസ്തുവിൻ്റെ കാഴ്ചയുടെ 2 തലങ്ങൾ നൽകുമ്പോൾ, ശില്പങ്ങൾ കാഴ്ചക്കാരന് കാഴ്ചയുടെ 3 തലങ്ങൾ സമ്മാനിക്കുന്നു. വളരെ ലളിതമായ ഈ കാഴ്ചകളെയാണ് പല ആസ്വാദകർക്കും മനസ്സിലാകുന്നില്ലെന്ന് സാധാരണ പറഞ്ഞു കാണുന്നത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. കലയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കല ഏതാനും ചിലർ മാത്രം കൈകാര്യം ചെയ്യുകയും അതിൽ നിഗൂഢതകളും ഗൂഢമായ അർത്ഥങ്ങളും കൽപ്പിച്ച് സാധാരണക്കാരിൽ നിന്നും കലയെ അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ദുരന്തഫലമാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്. തീർത്തും സുതാര്യമായ കലാസൃഷ്ടികളുടെ അർത്ഥം പോലും ആസ്വാദകർ കലാകാരനോട് ചോദിക്കുകയും അതിനെപ്പറ്റി ആശങ്കപ്പെടുകയും ചെയ്യുന്നു. വാക്കുകൾക്ക് അതീതമാണ് കലാസൃഷ്ടികൾ. അവ മനസ്സിലാക്കാൻ ആസ്വാദകർ കലാസൃഷ്ടിയോട് സംവേദിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യണം. ഓരോ കലാസൃഷ്ടിയും ഓരോ ആസ്വാദകനും വ്യത്യസ്തമായ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത്. കാരണം ആസ്വാദകൻ്റെ അറിവ്, ചിന്താശക്തി, ഗ്രഹണശക്തി, ജനിതക ഗുണങ്ങൾ എന്നിവ ചേർന്നാണ് കാഴ്ചയും അഭിപ്രായങ്ങളും രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ ഭൗതികവും ബൗദ്ധികവുമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച് രൂപപ്പെടേണ്ട ഒന്നാണ് ആസ്വാദനം. ഇത് വാക്കുകൾ കൊണ്ട് നിർവചിക്കുക അസാധ്യമാണ്. ക്ഷമയും സഹനവുമില്ലാത്ത ആസ്വാദകർ കലാകാരനോട് കലാസൃഷ്ടികളുടെ അർത്ഥം ചോദിക്കുക എന്നത് ഇന്ന് സാധാരണമാണ്. പലപ്പോഴും കലാകാരൻ തൻ്റെ സൃഷ്ടിയെപ്പറ്റി തൻ്റെ അഭിപ്രായം പറയാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ ആ അഭിപ്രായങ്ങൾ ആസ്വാദകർ അതേപടി വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കലാകാരൻ്റെ മാത്രം അഭിപ്രായം ആണെന്നും അത് കാഴ്ചക്കാരൻ്റെ അഭിപ്രായമല്ലെന്നും സമൂഹം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.